5 പേർക്ക് പുതുജീവൻ നൽകി സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച 17 വയസ്സുകാരി കണ്ണൂർ പയ്യാവൂർ സ്വദേശിനി അയോന മോൺസണിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്തത്. തിരുവനന്തപുരത്തുള്ള യുവതിയാണ് കേസോട്ടോ വഴി അയോനയുടെ വൃക്ക സ്വീകരിച്ചത്. വിമാനമാർഗമാണ് വൃക്ക തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. ആഭ്യന്തര വിമാന സർവീസ് ഉപയോഗിച്ചുള്ള ആദ്യ അവയവദാനമാണ് തിരുവനന്തപുരത്ത് നടന്നത്. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇന്ന് പുലർച്ചെയാണ് അയോനയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. കുടുംബം അവയവങ്ങൾ ദാനം ചെയ്യാൻ അനുവാദം നൽകിയതോടെ വിമാനമാർഗം വൃക്ക തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. കെസോട്ടോ വഴി അവയവം സ്വീകരിക്കാൻ രജിസ്റ്റർ ചെയ്ത യുവതിയാണ് അവയവം സ്വീകരിക്കുന്നത്. ആഭ്യന്തര വിമാന സർവീസ് ഉപയോഗിച്ചുള്ള ആദ്യ അവയവദാനമാണിത്. വിമാനത്താവളത്തിൽ നിന്നും ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് അവയവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ലിവർ, കോർണിയ അടക്കമുള്ള അയോന മോൺസിന്റെ മറ്റ് അവയവങ്ങളും തലശ്ശേരിയിലും കോഴിക്കോടും ഉള്ളവർക്ക് ദാനം ചെയ്തു. അവയവം എത്തിച്ച ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നും മികച്ച സഹകരണമാണ് ഉണ്ടായതെന്നും കെസോട്ടോ അധികൃതർ പ്രതികരിച്ചു. അപ്പോൾ ഇൻഡിഗോ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ടിക്കറ്റ്സ് ക്ലോസ്ഡ് ആണ്, ഓൾ ബുക്ക്ഡ് ഔട്ട്, സോൾഡ് ഔട്ട്. പിന്നെ നമ്മൾ നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ഡയറക്ടറായിട്ട് ബന്ധപ്പെടുകയും ഡോക്ടർ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡിഗോ അധികൃതരെ വിളിച്ച് നമുക്ക് സീറ്റ് റിലീസ് ചെയ്യുകയും അങ്ങനെ സീറ്റ് തരികയും ചെയ്തു. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ഡോക്ടേഴ്സ് ആയാലും കേസോട്ടോൻ്റെ എല്ലാ ആൾക്കാരും നമ്മളുമായിട്ട് നന്നായിട്ട് അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന ഒപ്പരം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. വളരെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ രാജ്യത്ത് ശ്രദ്ധ നേടാൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയ്ക്ക് കഴിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നത്തെ അവയവമാറ്റ ശസ്ത്രക്രിയ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.